ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഒരു വലിയ തൃത്വ സ്നേഹിതനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവവചന വിരുദ്ധമായി തൃത്വത്തെ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏതാണ്ട് കൊടിത്തോട്ടം പാസ്റ്ററുടെ ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ് പാസ്റ്റർ ചേസ് ജോസഫ്. അദ്ദേഹം പറയുന്ന വചനവിരുദ്ധങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരികെ മടങ്ങി വരാം. വീഡിയോ ശ്രദ്ധിച്ചിട്ട് തിരിച്ചു വരാം. നിശ്ചയമായും 3 വ്യക്തികളായി നിലനിൽക്കുന്നു. ഓരോ വ്യക്തിയും ദൈവമാണ്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇതാണ് തൃത്വോപദേശത്തിന്റെ സംഗ്രഹം. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, 3 വ്യക്തികളായി ദൈവം നിലനിൽക്കുന്നു. ആ ഓരോ വ്യക്തിയും ദൈവമാണ് എന്നുള്ളതാണ് തൃത്വോപദേശം എന്ന് പറയുന്നത്. ഇത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും പുതിയ നിയമത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണാനിടയായി. ഇപ്പൊ വീഡിയോ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം അതിനകത്ത് പറയുന്നത് നിശ്ചയമായിട്ടും 3 പേരുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നിശ്ചയമായിട്ടും 3 പേരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ദൈവവചനത്തിലില്ല, അദ്ദേഹം നിത്യതയിൽ പോയി നോക്കിയോ എന്നുള്ള കാര്യം വളരെ ഡൗട്ടാണ്. വളരെ ഡൗട്ടുള്ള കാര്യമാണ്. നിശ്ചയമായിട്ടും ഉണ്ടെന്നാണ് അദ്ദേഹം അങ്ങ് സമർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഏക മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അല്ലാതെ ഈ ലോകത്ത് ആരെങ്കിലും പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടായ ചിന്തകളോ അല്ലെങ്കിൽ പിതാക്കന്മാരെന്ന് പറയുന്നവർക്ക് ഉണ്ടായ ചിന്തകളോ ആണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ദൈവവചനം ഒരു മാനദണ്ഡം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം ആരാണ്? ദൈവം 3 പേരാണെന്നും 3 ദൈവങ്ങളാണെന്നും. അപ്പം അദ്ദേഹം അവിടെ പറയുന്നു 3 വ്യക്തികൾക്കും ദൈവത്വമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ 3 വ്യക്തികൾക്ക് ദൈവത്വമുണ്ടെന്ന് അദ്ദേഹം ഒരു സൈഡിൽ പറയുകയും എന്നിട്ട് പറയുന്നു ദൈവങ്ങളല്ല എന്നും ഒരാളാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വിരോധാഭാസമാണ് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പലർക്കും ഇദ്ദേഹം ഫേമസ് ആയ ഒരു പാസ്റ്ററാണ്. കാരണം ഇദ്ദേഹം പറയുന്നത് വലിയ വേദവാക്യമാണ് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നവരാണ് പല ആൾക്കാരും എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം സംസാരിക്കുന്നത് ദൈവവചന വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ 100% ശരിയായ ഒരു കാര്യമാണ്. കാരണം ദൈവവചനവുമായ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം തൃത്വം എന്ന് പറയുന്നത് എവിടെയോ പഠിച്ചിട്ട് വന്ന അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്നതായിരിക്കും അദ്ദേഹം എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം പുതിയ നിയമത്തിൽ നിന്ന് കണ്ടു, പഴയ നിയമത്തിൽ നിന്നും പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ദൈവം 2 പേരാണ് അല്ലെങ്കിൽ 3 പേരാണ് എന്ന് പറഞ്ഞതായിട്ട് യാതൊരു തെളിവുകളും ദൈവവചനത്തിലില്ല. ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദ ഓൺലി ഗോഡ് എന്നാണ് നമുക്ക് ദൈവം ഏകൻ എന്നാണ് അതിന്റെ മൗലിക ഉപദേശം, ദൈവവചനത്തിലെ മൗലിക ഉപദേശം എന്ന് പറയുന്നത്. അതായത് ദൈവം ഏകനാണ് എന്നത് കേവലം അറിവല്ല, അതൊരു പരിജ്ഞാനമാണ്. അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരിജ്ഞാനമാണത്. കാരണം പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ യഹോവയായ ദൈവം എന്താണ്? ഏകനാണ്. അവനെ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നതും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും സംസാരിക്കേണ്ടതും നമ്മളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതും അതൊരടയാളമായി കയ്യിൽ കെട്ടേണ്ടതും ഒരു പട്ടമായി നെറ്റിയിൽ അണിയേണ്ടതും വീടിന്റെ കട്ടിലുമേലും പടിവാതിലുകളിലും എഴുതി വെക്കേണ്ടതുമാണ് എന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഇവിടെ ചേസ് ജോസഫ് എന്ന പാസ്റ്റർ ചെയ്തിരിക്കുന്ന വലിയ തെറ്റ് എന്താണ്? ദൈവം 3 വ്യക്തികളാണെന്നും 3 വ്യക്തികൾക്ക് ദൈവത്വമുണ്ടെന്നും പറയുമ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ 3 ദൈവങ്ങളല്ലേ ഉള്ളത്? എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിന് 3 ദൈവങ്ങളുണ്ട്, അല്ലേ? ദൈവവചനം പറയുന്ന ദൈവം ഏകനാണ്, ത്രിയേകനെന്ന് പറയുന്നില്ല. അതായത് എന്നാൽ ദൈവം എന്താണ്? സമത്വമുള്ള 3 വ്യക്തിത്വമോ ആണെന്ന് എന്ത് ചെയ്യുന്നു?
ഇവരെ പോലുള്ള ടെനറ്റിക്കാർ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. യഹോവയായ ദൈവം, ദൈവത്തിന്റെ ക്രിസ്തു, പഴയ നിയമത്തിലെ മെശിയമാരും ഭക്തന്മാരും ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും പറയുന്നത് എന്താന്ന് നമ്മൾ ചിന്തിക്കുമ്പോ പ്രധാനമായിട്ടും ആവർത്തന പുസ്തകം 32-39 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവവുമില്ല. അദ്ദേഹം ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നിശ്ചയമായും 3 പേരുണ്ട്. കാരണം ദൈവത്തിന് പോലും അറിയില്ല ആ നിശ്ചയത്വം, അല്ലേ? ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത കാര്യമാണ് പാസ്റ്റർ ചേസ് ജോസഫ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നിശ്ചയമായും 3 പേർ നിത്യതയിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷെ യഹോവയായ ദൈവം ആവർത്തന പുസ്തകം 32-39 പറയുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല. ജെയ്സ് ജോസഫ് പാസ്റ്റർ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, 3 പേരുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പഠനത്തിൽ വരുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? 3 പേരുണ്ട്, ഞാനല്ല. അപ്പൊ ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത വേറെ 2 പേരുണ്ട്, അദ്ദേഹത്തിന് നിശ്ചയമായിട്ട് അറിയാവുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി യെശയ്യാവിന്റെ പുസ്തകം 44:6 നമ്മൾ വായിക്കുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ചേസ് ജോസഫ് പാസ്റ്റർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ 3 വ്യക്തികൾക്കും എന്തുണ്ട്? ദൈവത്വമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്വം, 3 വ്യക്തികൾക്കും എന്തുണ്ട്? ദൈവത്വമുണ്ട്. അപ്പോ ദൈവം പറയുകയാണ്, യെശയ്യാവിന്റെ പുസ്തകം 44:6 ദൈവം പറയുകയാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇവിടെ ചേസ് ജോസഫ് പാസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്താണ്? 3 വ്യക്തികളുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. 3 വ്യക്തികൾക്കും എന്തുണ്ട്? ദൈവത്വമുണ്ട്. ദൈവം പോലും അറിയുന്നില്ല, കാരണം താനല്ലാതെ വേറൊരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ദൈവത്തിന് പോലും അറിയത്തില്ല. പിന്നെ എങ്ങനെ ഈ ചേസ് ജോസഫ് പാസ്റ്റർക്ക് അറിയുന്നു ഈ സത്യം? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വാക്യം യെശയ്യാവ് 44:8 പറയുന്നു, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 44:8 പറയുകയാണ്, ചേസ് ജോസഫ് പാസ്റ്റർക്ക് അറിയാം, യഹോവയായ ദൈവത്തിന് അറിയത്തില്ല. പക്ഷെ ചേസ് ജോസഫ് പാസ്റ്റർക്ക് നിശ്ചയമായിട്ടും അറിയാം എന്ത്? 3 പേരുണ്ടെന്നുള്ള കാര്യം. യഹോവയായ ദൈവത്തിന് പോലും അറിയത്തില്ല. യഹോവയായ ദൈവം പറയുന്നത് എന്താണ്? ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ? ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. അല്ലേ? ചേസ് ജോസഫ് പറയും, നിശ്ചയമായിട്ടും 3 പേരുണ്ട്. ശ്രദ്ധിക്കണം, എത്രമാത്രം ജനങ്ങളെ പറ്റിക്കുന്നു, അല്ലേ? ഇനി അടുത്തത് യെശയ്യാവിന്റെ പുസ്തകം 45:5 പറയുകയാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനില്ല. അല്ലേ? ചേസ് ജോസഫ് പാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ 3 പേര് നിൽക്കുകയാണ്. വളരെ ചിന്തിക്കണം. പഴയ നിയമത്തിലാണ് അദ്ദേഹം പറഞ്ഞു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 3 പേരെ പുള്ളി കാണിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ യഹോവയായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, മറ്റൊരുത്തനില്ല. അല്ലേ? യഹോവയായ ദൈവം മറ്റൊരുത്തൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേസ് ജോസഫ് പറഞ്ഞത് ദൈവിക വെളിപ്പാടാണെന്ന് ഞാൻ സമ്മതിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ദൈവിക വെളിപ്പാടല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പൈശാചികമാണ് അദ്ദേഹം പറഞ്ഞെന്നുള്ള കാര്യം. പിശാചിന്റെ എന്താ പറയുക, പൈശാചികമായിട്ടുള്ള കാര്യമാണ്. ദൈവവചനവുമായി യാതൊരു ബന്ധവും അതിനില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനില്ല എന്ന് യെശയ്യാവ് 45:18 പറയുന്നു, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. പിന്നെയും പറയുകയാണ്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനില്ല. യെശയ്യാവ് 45:8 പറയുന്നു. അപ്പൊ ചേസ് ജോസഫ് പാസ്റ്ററെയാണ് ഇക്കാലത്ത് എന്താണ് വലിയൊരു വിശുദ്ധനായിട്ട് പലരും പ്രഖ്യാപിക്കുന്നത്. കാരണം അദ്ദേഹം എന്ന് പറയുമ്പോൾ തന്നെ സഭയെ വിലക്കുവാൻ എന്തൊക്കെയോ അധികാരമുണ്ട് എന്നാണ് പല ആളുകളും ഇന്ന് പലപ്പോഴും വീഡിയോ ഇടുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഇക്കാലത്ത് പലരെയും ശാസിക്കുവാൻ അവകാശമുള്ള ഒരു പാസ്റ്റർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പല യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്നത്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു.
കാരണം ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രസ്താവനകൾ പുലർത്തുന്ന ഈ ചേസ് ജോസഫ് എന്ന് പറയുന്ന പാസ്റ്ററാണോ ഈ സഭയിലെ എന്താ പറയുക, അവരുടെ സഭ എന്ന് ഞാൻ പറയത്തില്ല, സംഘടനകളെ നേരെയാക്കാൻ പോകുന്ന വ്യക്തിത്വം? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് അടുത്ത പറഞ്ഞിരിക്കുകയാണ്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിവാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. യെശയ്യാവ് 45:21 പറയുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാൻ നിങ്ങളുടെ യഹോവ, മറ്റൊരുത്തനുമില്ല. അല്ലേ? പുതിയ നിയമത്തിൽ എവിടെയോ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് കണ്ടപ്പോൾ പാസ്റ്റർ ചേസ് ജോസഫ് തെറ്റിദ്ധരിച്ചു 3 പേരുണ്ട് എന്നുള്ള കാര്യം. അതാണ് ഇവിടെ സംഭവിച്ച ഒരു കാര്യം. ദൈവത്തിന് പോലും ആ പറയുന്ന 3 പേർ ആരൊക്കെയാണ് ദൈവം പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരാളില്ല എന്നാണ് ദൈവവും പറയുന്നത്. യേശുക്രിസ്തു അങ്ങനെയാണ് പറഞ്ഞത്. ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ, പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്. അപ്പൊ അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത ചേസ് ജോസഫ് പാസ്റ്റർ ആളുകളെ പഠിപ്പിച്ചിട്ട് എന്ത് പ്രയോജനമാണ് എന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. വളരെ ചിന്തിക്കണം. അല്ലേ? നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യമാകും? യെശയ്യാവ് 40:25 പറയുകയാണ്. അല്ലേ? അവർക്ക് പല പല ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരിക്കും. വേറെന്തിനോടൊക്കെയോ തുലനപ്പെടുത്തുന്നതിനെ ആയിരിക്കും, അല്ലാതെ വ്യക്തികളെ തുലനപ്പെടുത്തുന്നതല്ലായിരിക്കും ഇതെന്നൊക്കെ. അങ്ങനെ പല കാര്യങ്ങളിലും ഇവർ രക്ഷപ്പെടാൻ വേണ്ടി പറയും. ഇവരുടെ ഈ ഒരു സിദ്ധാന്തം എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ ഒന്ന് പുറത്തെടുത്ത് കൊണ്ടുവരണം. അല്ലേ? അതിനു വേണ്ടി തന്നെയാണ് ഈ വചനവിരുദ്ധങ്ങൾ അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന. കാലാകാലങ്ങളായി ഇവർ ഈ വചനവിരുദ്ധങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കുകയില്ല. തൃത്വക്കാര് പറയുന്നത് യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തു, രണ്ടാമത്തവന് മഹത്വം കൊടുത്തെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന പല സഭകളും ഇന്ന് ഈ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം. ഇനി പുതിയ നിയമത്തിൽ അദ്ദേഹം കുറെ വാക്യങ്ങളെ കൊണ്ടുവരും. അദ്ദേഹം പറയും, ഈ പഴയ നിയമം മാത്രം എന്തിനാ അദ്ദേഹം പിടിച്ചേക്കെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ പുതിയ നിയമം കൂടെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഈ വീഡിയോ അവസാനിപ്പിക്കാമല്ലോ. കാരണം അദ്ദേഹം പറഞ്ഞ ഇനിയിപ്പോഴുള്ള വചനവിരുദ്ധങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓരോ ദിവസങ്ങളും ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധങ്ങൾ, ഒരുപാട് വചനവിരുദ്ധങ്ങളുണ്ട്. ഒരു വീഡിയോയിലൊന്നും പറഞ്ഞ തീരുകയില്ല. ഒത്തിരി വചനവിരുദ്ധങ്ങൾ അദ്ദേഹം ആ ഒരു വീഡിയോയിലല്ല, പല വീഡിയോകളായി അദ്ദേഹം പറയുന്നുണ്ട്. പാസ്റ്റർ ചേസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പം മർക്കോസിന്റെ സുവിശേഷം 12:29 കാണുന്നു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അല്ലെ? അവിടെ പറഞ്ഞിരിക്കും ഏക കർത്താവ്. അല്ലെ? ഇനിയും പറയാം, യോഹന്നാൻ സുവിശേഷം 5:44 വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം ഒരുത്തൻ മാത്രം. ഇനി യോഹന്നാൻ 17:3 പറയുന്നു ഈ ഒരേ ഒരു സത്യദൈവം പിതാവാണ്. പിതാവിനെ മാത്രം ആരാധിക്കണം. അദ്ദേഹം കുറച്ചു മുമ്പേ പറഞ്ഞ എന്താണ്? 3 വ്യക്തികളുണ്ട്, 3 വ്യക്തികൾക്കും ദൈവത്വമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യോഹന്നാൻ സുവിശേഷം 17:3 പറയുന്നു പിതാവ് മാത്രമാണ്. അല്ലെ? ഒരേ ഒരു സത്യദൈവം പിതാവാണ്. അല്ലെ? വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു പിതാവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് മത്തായി 4:10 പറയുന്നു. ലൂക്കോസ് 2:8 പറയുന്നു അതേ കാര്യം തന്നെ. ഇനി മത്തായിയുടെ സുവിശേഷം 24:36 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു പിതാവ് മാത്രം സകലം അറിയുന്നത്. എന്റെ പിതാവ് എല്ലാവരിലും വലിയവനെന്ന് യേശുക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞു. യോഹന്നാൻ 10:29 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ യോഹന്നാൻ 14:28 പറയുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 8:40 പറയുന്നു മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യോഹന്നാൻ 8:40 പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മളോട് പറയുന്നത് ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളതാണ്. ചേസ് ജോസഫ് എന്ന് പറയുന്ന പാസ്റ്റർ പഠിപ്പിച്ചതെല്ലാം വചനവിരുദ്ധമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു
മൂന്ന് ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. മൂന്ന് ഓർഗനൈസേഷൻ അല്ല, ഏകദൈവത്തിന്റെ എന്താണ് മൂന്ന് പ്രവർത്തനങ്ങളാണ് അല്ലെ? അത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം എന്താണ്? ആത്മാവാണ്. ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. അതാണ് പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്ന് പ്രവർത്തനങ്ങൾ, ഏകദൈവത്തിന്റെ മൂന്ന് പ്രവർത്തനങ്ങൾ, അത് ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മൂന്ന് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. അല്ലാതെ മൂന്ന് ദൈവത്വങ്ങളോ മൂന്ന് വ്യക്തികളോ അല്ല അവിടെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ വചന വിരുദ്ധവും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമായ ഒന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം എവിടെ ഓർഗിന്റെയോ തെർത്തുല്യന്റെയോ ഒക്കെ സിദ്ധാന്തം പഠിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചു വെച്ചത്, അല്ലെങ്കിൽ ഈ പറയുന്ന സുറിയാനിക്കാരുടെ അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് അല്ലെങ്കിൽ കാത്തലിക്കിന്റെയൊക്കെ അവരുടെ നിക്കിയ പോലെയുള്ള സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് 3 പേരുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ദൈവവചനവുമായി യാതൊരു ബന്ധവുമല്ല, ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത കാര്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.